ഇനി നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ ഏഴാമത്തെ ചോദ്യം നോക്കിയാൽ മക്കളെ, ഇത് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് എന്ത് വന്നിരിക്കുന്നത്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഒറ്റ ഒരു സാധനം ചോദിച്ചിട്ടുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊസീക് എക്സ് ഇൻറ്റു റൂട്ട് 2 cos square x plus 3 cos x minus root cos square x plus sin x plus 4 ഈസ് എന്നാണ് ചോദ്യം അല്ലെ. സോ അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല. സോ ഇവിടെ നമ്മൾ റാഷണലൈസേഷൻ ചെയ്യണം. ആക്ച്വലി റാഷണലൈസേഷൻ ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് LH റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പൊ ഇവിടെ ആക്ച്വലി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ റാഷണലൈസേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻ ടു 0 ആണ്. ഇനി മക്കളെ, ഇത് റാഷണലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കോൺജുഗേറ്റ്, അതായത് പ്ലസ് സൈൻ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മൾട്ടിപ്ലൈയും ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡും ചെയ്യണം. സോ ഇതിന്റെ പ്ലസ് സൈൻ വരുന്ന സാധനം കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? അത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിൽ വരും അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. സോ അപ്പൊ ഇതിന്റെ സ്ക്വയർ നമ്മൾ റൂട്ട് അങ്ങ് പോകും അല്ലെ. ദെൻ മൈനസ് ഇതിന്റെ സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? സോ ഡിവൈഡ് ബൈ ദെൻ ഇതിന്റെ പ്ലസ് സൈൻ വരുന്ന സാധനം താഴെ വരും. ദെൻ ഈ കൊസിക് എക്സിനെ നമുക്ക് 1/sin x എന്ന് എഴുതാം. റെഡിയാണോ? സോ നമ്മളിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? അവിടെ a സ്ക്വയർ വരുമ്പോഴത്തേന് 2 cos സ്ക്വയർ x പ്ലസ് 3 cos x വരും. മൈനസ് ബി സ്ക്വയർ വരുമ്പോഴത്തേന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ cos സ്ക്വയർ x മൈനസ് സൈൻ x മൈനസ് 4 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ആ കൊസിക് എക്സിനെ സൈൻ എക്സ് എന്ന് ഇവിടെ കൊടുത്തു. ദെൻ താഴെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ബാക്കി റൂട്ട് ഓഫ് 2 cos സ്ക്വയർ x പ്ലസ് 3 cos x ആണ് നമുക്ക് താഴെയുള്ളത്. റെഡി? പ്ലസ് നെക്സ്റ്റ് എന്താണ്? റൂട്ട് ഓഫ് cos സ്ക്വയർ x പ്ലസ് സൈൻ x പ്ലസ് 4. ഇതാണ് നമ്മുടെ ഉള്ളത്. റെഡി മക്കളെ? ഒരു കാര്യം നമുക്കറിയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എത്രയാ? 1 ആണ്. സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. സോ അങ്ങനെ എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു എക്സ് കൊടുത്തു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈയും ചെയ്തു. സോ അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? അത് 1 കിട്ടി. അത് അവിടുന്ന് പോകും. റെഡി അല്ലേ മക്കളെ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യം നോക്കാം. ഇനി ശ്രദ്ധിച്ചേ, നമുക്ക് ഇവിടെ 2 cos സ്ക്വയർ x ഉണ്ട്, ഇവിടെ 3 cos x, ഇവിടെ cos സ്ക്വയർ x. അപ്പൊ ഒരു 2 cos സ്ക്വയർ x, ഒരു മൈനസ് cos സ്ക്വയർ x പോകുമ്പോൾ ഒരു cos സ്ക്വയർ x പോകും. നമ്മൾ എന്ത് ചെയ്യാം? അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇപ്പൊ അവിടെ ഒരു cos സ്ക്വയർ x വരും. cos സ്ക്വയർ x പ്ലസ് 3 cos x മൈനസ് സൈൻ x മൈനസ് 4 വരും. താഴെ അത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്കത് 1 ആയി പോകും. ദെൻ ഇവിടെ എന്താണ്? എക്സ് മാത്രം അവിടെ ഉണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ എക്സ് ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കാം മക്കളെ. സോ ഇത് 1 വരും, ഇത് 1 വരും. സോ 3 2 5 വരും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 1 വരും, ദെൻ ഇത് 0 വരും. 4 4 1 5. അപ്പൊ റൂട്ട് 5 എന്ന് വരും. അപ്പൊ ഈ എക്സ് വരും, പിന്നെന്താണ്? നമുക്ക് 2 റൂട്ട് 5 എന്നൊരു വാല്യൂവും വരും. റെഡി? നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 1/2 റൂട്ട് 5 പുറത്ത് വരും. ദെൻ ബാക്കി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ ഇവിടെ x0 വരും, ഇവിടെ 0 വരും. ദെൻ നമുക്ക് ബാക്കി നോക്കിക്കടാ, കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുമോ? ഇവിടെ 0 വരുമ്പോഴത്തേന് ഡിനോമിനേറ്ററിൽ 0 വരും. സോ ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കറക്റ്റ് ആയിട്ട് നമുക്കത് അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളിവിടെ LH റൂള് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, LH റൂള് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. LH റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? cos സ്ക്വയർ എക്സിന്റെ വരുമ്പോഴത്തേന് 2 cos x, ദെൻ cos x എന്ന് മൈനസ് സൈൻ x. സോ മൈനസ് 2 cos x sin x എന്ന് വരും. റെഡി? ദെൻ 3 മൈനസ് 3 cos x, അതിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ sin x വരും. ദെൻ sin x ന്റെ ഡെറിവേറ്റീവ് cos x വരും. ദെൻ 4 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അതില്ല. x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, അത് നമ്മൾ പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊടുക്കുന്നു. റെഡിയാണോ മക്കളെ? സോ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്താൽ മതി? ഇനി നമ്മൾ എക്സിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ x0 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മക്കളെ. സോ ഇത് 0 ആയി പോകും. ദെൻ ഇതും 0 ആയി പോകും. സോ ഇവിടെ നമുക്ക് മൈനസ് കോസ് 0, അതും -1 വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും -1/2 റൂട്ട് 5 എന്ന് വരും. റെഡി അല്ലേ? സോ ഇതാണ് നമ്മളുടെ ആൻസർ കിട്ടുന്നത്. സോ എത്ര വരും നമ്മുടെ ആൻസർ? ഓപ്ഷൻ 4 കേട്ടോ. 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡിയാണോ മക്കളെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ?